700 ആളുകളുണ്ട് നിങ്ങൾ എന്നാണ് പറയുന്നത്. ആ 700 ആളുകൾ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ പെൻഷനേഴ്സിന് ഓരോ നിയോജക മണ്ഡലത്തിലും ക്ലബ്ബ് തുടങ്ങാനുള്ള സ്ഥലം അനുവദിക്കും. ഇപ്പം തന്നെ കണ്ടുവെച്ചോളണോ റവന്യൂ ഭൂമി? ആ ഭൂമിയിൽ നിങ്ങളൊരു ക്ലബ്ബ് തുടങ്ങണം. നിങ്ങളുടെ ഒരു കൂട്ടായ്മ അവിടെ വേണം. നിങ്ങളുടെ കുട്ടികൾക്ക് അവിടെ വെച്ചിട്ട് വിവാഹം നടത്താൻ കഴിയണം. നിങ്ങൾക്ക് നിങ്ങളേതായുള്ള ആഘോഷങ്ങൾ നടത്താൻ കഴിയണം. അത് UDF ഗവൺമെൻറ് വന്നാൽ ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരിക. ഒന്ന്, നമ്മൾ UDF ഗവൺമെൻറ് വന്നാൽ മുഴുവൻ ജനങ്ങൾക്കും എങ്ങനെ ഏത് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ മുഴുവൻ ജനങ്ങൾക്കും ഇൻഷുറൻസ് കൊടുക്കണം. അതാര് ചെറുതാണോ വലുതാണോ ഉദ്യോഗസ്ഥനാണോ ഒന്നും നോക്കാതെ ഒരു കുട്ടി ജനിച്ചു വീണാൽ അവന് ഇൻഷുറൻസിന് ബാധകമാണോ? സഹകരണ മേഖലയിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യം. കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത എല്ലാ സഹകരണ സംഘങ്ങളിലും പൈസ തിരിച്ചു കൊടുക്കും. മാക്സിമം 6 മാസം. സഹകരണ മേഖലയിൽ 4 ഫ്ലൈറ്റുകൾ നമ്മൾ സർവീസ് ആരംഭിക്കും 6 മാസം കൊണ്ട്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് സഹകരണ മേഖലയിൽ IT പാർക്കുകൾ കൊണ്ടുവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റൊരു ഗവൺമെന്റിനെ സംബന്ധിച്ച് 2 കാര്യത്തിലേക്ക് കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റും. അതൊന്ന് ടൂറിസം മേഖലയാണ്, മറ്റൊന്ന് IT മേഖലയാണ്. ഞാൻ എവിടെ MLA ആയാലും ശരി, അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. ആ മണ്ഡലത്തിൽ 5000 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്ന IT പാർക്ക് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഉണ്ടാക്കും. ഇത് പറയുന്നത് വിജയകൃഷ്ണനാണ്, വെറും വാക്കല്ല. വെറും വാക്ക് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ വഴിയിൽ കടന്നു വന്നിട്ടുള്ള ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ജീവിതത്തിൽ സ്വന്തമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വ്യക്തിപരമായി ആളുകളൊന്നും വേണം വെച്ച പറഞ്ഞോട്ടെ. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ സമൂഹമായ നമ്മൾ മുഴുവനും അത്തരത്തിൽ നമ്മുടെ ഭാഗത്താണ് എങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ രീതിയിൽ നാം എല്ലാവരും അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ആത്മാർത്ഥതയോട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്കത് ചെയ്യണം. നമ്മുടെ പെൻഷൻകാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ബന്ധപ്പെട്ടവരെ ഉയർത്തി ഉന്നയിച്ച് നേടിയെടുക്കുന്ന ഒരു പ്രധാന സംഘടന ഇപ്പോൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അതിൽ ആർക്കും ഒരു തർക്കവുമില്ല. 700ഓളം അംഗങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ വലിയ അഭിമാനബോധം ആണ് തോന്നുന്നത്.